നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആർഎസ്എസുകാരൻ എന്നത് സി സദാനന്ദന് രാജ്യസഭാംഗമാകുന്നതിൽ ഒരു യോഗ്യതയാണെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ്. അധ്യാപകനും വാഗ്മിയും സാംസ്കാരിക പ്രവർത്തകനുമായ സദാനന്ദൻ രാജ്യസഭാംഗമാകുന്നതിൽ എന്ത് യോഗ്യത എന്ന് ചോദിക്കുന്ന CPM അടക്കമുള്ള നേതാക്കൾക്കുള്ള മറുപടിയാണിതെന്നും കൃഷ്ണദാസ്. ന്യൂമാഹി ഗ്രാമപഞ്ചായത്തിലെ ആരോഗ്യ ഉപകേന്ദ്രത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക്. കേന്ദ്രം നിർമ്മിക്കുന്നത് നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീറിന്റെ MLA ഫണ്ടിൽ നിന്നും 93.20 ലക്ഷം രൂപ ചെലവിട്ട്. വാർത്തകൾ വിശദമായി. ആർഎസ്എസുകാരൻ എന്നത് സി സദാനന്ദന് രാജ്യസഭാംഗമാകുന്നതിൽ ഒരു യോഗ്യതയാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ്. അധ്യാപകനും വാഗ്മിയും സാംസ്കാരിക പ്രവർത്തകനുമായ സദാനന്ദൻ രാജ്യസഭാംഗമാകുന്നതിൽ എന്ത് യോഗ്യത എന്ന് ചോദിക്കുന്ന CPM അടക്കമുള്ള നേതാക്കൾക്കുള്ള മറുപടിയാണിതെന്നും കൃഷ്ണദാസ് പറഞ്ഞു. BJP മണ്ഡലം കമ്മിറ്റി സി സദാനന്ദൻ മാസ്റ്റർക്ക് പാനൂരിൽ നൽകിയ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സദാനന്ദൻ മാസ്റ്റർ സ്ഥാനലബ്ധിക്ക് ശേഷം കണ്ണൂർ ജില്ലയിലും കേരളത്തിലും മാത്രമല്ല കേരളത്തിന് പുറത്തും നിരവധി സ്വീകരണങ്ങൾ അദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ഇപ്പോഴ് അദ്ദേഹത്തിന് സ്വീകരണം ഏറ്റുവാങ്ങാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ ദിവസങ്ങളില്ല. കാരണം അത്രയും കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യത്തിന് പുറത്തും അദ്ദേഹത്തിന് സ്വീകരണം നൽകാൻ നിരവധി പേരാണ് മുന്നോട്ട് വരുന്നത്. കാരണം കേരളത്തിനകത്തും പുറത്തുമുള്ള ലക്ഷോപലക്ഷം വരുന്ന രാജ്യസ്നേഹികളെ ആഹ്ലാദിപ്പിക്കുന്നതും ആവേശം നൽകുന്നതുമാണ് സദാനന്ദൻ മാസ്റ്ററുടെ പുതിയ സ്ഥാനലബ്ധി എന്ന് നിസ്സംശയമായി നമുക്ക് പറയാൻ സാധിക്കും. BJP മണ്ഡലം പ്രസിഡന്റ് KC വിഷ്ണു അധ്യക്ഷനായി. സി സദാനന്ദൻ മാസ്റ്റർ, ബിജു ഏളക്കുഴി, P സത്യപ്രകാശ് എന്നിവർ സംസാരിച്ചു. അദ്ദേഹം കാണുന്ന സുന്ദരമായ ഒരു സ്വപ്നം, വികസിത ഭാരതം. ആ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിന് വികസിത കേരളം എന്ന നമ്മുടെ സങ്കല്പം, ആ സങ്കല്പം യാഥാർത്ഥ്യമാക്കാനുള്ള കരുത്ത്, അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്താനുള്ള ആത്മബലം രാജ്യസഭയിലേക്ക് നിയോഗിക്കപ്പെട്ട സദാനന്ദൻ മാസ്റ്റർക്കുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവസാനിപ്പിച്ചത്. തീർച്ചയായും ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഇങ്ങനെയൊരു ദൗത്യം ഏറ്റെടുക്കണം എന്ന് ഫോണിലൂടെ ആവശ്യപ്പെട്ടപ്പോൾ നമ്മൾ ശിരസോടുകൂടി അത് സ്വീകരിച്ചത് കൃഷ്ണദാസ് സൂചിപ്പിച്ച ആ സങ്കല്പത്തിന്റെ സാക്ഷാത്കാരത്തിന് സാധിക്കാവുന്ന രീതിയിൽ പങ്കുവയ്ക്കണം എന്ന ദൃഢനിശ്ചയത്തോടു കൂടിയാണ്. പുത്തൂർ റോഡിൽ നിന്നും VP സുരേന്ദ്രൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് ഷിജിലാൽ, KK ധനഞ്ജയൻ, CP സംഗീത, N രതി, EP ബിജു, നരിക്കോട് രാജൻ, CK കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, ശ്രുതി പൊയിലൂർ, അർജുൻ വാസുദേവ്, M രത്നാകരൻ, രജിൽ കുമാർ, MK രാജീവൻ എന്നിവരുടെ നേതൃത്വത്തിൽ രാജ്യസഭാ MP സദാനന്ദൻ മാസ്റ്ററെ സ്വീകരണവേദിയിലേക്ക് ആനയിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ AK ഭാസ്കരൻ സ്വാഗതവും രോഹിത് റാം നന്ദിയും പറഞ്ഞു. ന്യൂമാഹി പെരിങ്ങാടി മാങ്ങാട് നിർമ്മിക്കുന്ന ന്യൂമാഹി ഗ്രാമപഞ്ചായത്തിലെ ആരോഗ്യ ഉപകേന്ദ്രത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക്. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീറിന്റെ MLA ഫണ്ടിൽ നിന്നും 93.20 ലക്ഷം രൂപ ചെലവിട്ടാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. പെരിങ്ങാടി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയായ കൈത്താങ് പെരിങ്ങാടി സംഘടനയുടെ പ്രഥമ ചെയർമാനും ന്യൂമാഹി ഗ്രാമപഞ്ചായത്തിന്റെ മുൻ ഭരണസമിതി അംഗവുമായിരുന്ന അന്തരിച്ച SK മുഹമ്മദിന്റെ സ്മരണാർത്ഥം ആരോഗ്യ ഉപകേന്ദ്രം നിർമ്മിക്കുന്നതിനു വേണ്ടി പഞ്ചായത്തിന് വിട്ടുനൽകിയ ഭൂമിയിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിലെ നിലയുടെ കോൺക്രീറ്റ് പ്രവൃത്തി ചൊവ്വാഴ്ച പൂർത്തീകരിച്ചു. സെപ്റ്റംബർ മാസം അവസാനത്തോടെ ബാക്കി പ്രവൃത്തികൾ പൂർത്തീകരിച്ച് ഒക്ടോബർ മാസം ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. തലശ്ശേരി പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെയും കേരള കർഷക സംഘം പാനൂർ വില്ലേജ് കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നേന്ത്രവാഴ കൃഷിക്ക് തുടക്കമായി. പാലത്തായി മടപ്പുരയിൽ ബാങ്ക് പ്രസിഡന്റ് A. അശോകൻ ഉദ്ഘാടനം ചെയ്തു. കൃഷിയുടെ ഉദ്ഘാടനം
ബാങ്ക് പ്രസിഡന്റ് എ അശോകൻ നിർവഹിച്ചു. ഇത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ചെറിയ അരയേക്കർ സ്ഥലമുണ്ടാകും, അതിൽ എല്ലാ കൃഷിയുണ്ട്. കൃഷി എന്ന് പറഞ്ഞാൽ പണ്ട് അത്യാവശ്യ ഉദ്യോഗവും മറ്റെല്ലാം ചെറിയ വരുമാനം കൃഷിയല്ലാതെ നമുക്ക് കിട്ടുന്നതുകൊണ്ടാണ് ഇതൊന്നും വേണ്ടാന്ന് നമ്മൾ വെച്ചിട്ടുള്ളത്. പണ്ട് കോഴി വളർത്തലും ആട് വളർത്തലും പശു, ഇതാണ് വരുമാനം പഴയ കാലത്ത്. അപ്പോൾ ഇന്ന് നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ രംഗത്തെ ആൾ വരുമ്പോൾ ഇതൊക്കെ ഒരു കോവിഡ് എന്നൊരു മഹാമാരി വന്നതിന് ശേഷം നമുക്ക് അത്യാവശ്യം ബോധം വന്നിട്ടുണ്ട്. വലിയ പണക്കാരായിട്ടുള്ള ആളുകൾക്ക് പോലും കുറെ പൈസ ഉണ്ടായാൽ മതി, ആരെയും തിരിഞ്ഞു നോക്കാതെ നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് സന്നദ്ധ സംഘടനകൾ കൊടുക്കുന്ന കിറ്റിന്റെ ഒരു കിറ്റ് നമുക്ക് വേണോ എന്ന് പറയുന്ന രീതിയിലേക്ക്. കാരണം നമുക്കറിയാം, കർണാടകം, ആന്ധ്ര, തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അന്യ സംസ്ഥാനത്തെ ആശ്രയിക്കുന്ന ഒരു കൃഷി. ഈ പറഞ്ഞു ബാങ്ക് ഡയറക്ടർ വി പി നാണു മാസ്റ്റർ അധ്യക്ഷനായി. നഗരസഭാ കൌൺസിലർ പ്രീത അശോക്, പാനൂർ കൃഷി ഓഫീസർ പി കെ ലയ, ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ വി പവിത്രൻ, ബാങ്ക് ഡയറക്ടർ കമല ശ്രീധരൻ, KSKTU ഏരിയ കമ്മിറ്റി അംഗം കെ പ്രേമൻ, കർഷക സംഘം വില്ലേജ് സെക്രട്ടറി കെ സന്തോഷ്, ബാങ്ക് ജീവനക്കാരുടെ പ്രതിനിധി കെ വിനോദൻ, ബാങ്ക് പാനൂർ ബ്രാഞ്ച് മാനേജർ സി രാജേഷ് എന്നിവർ സംസാരിച്ചു. ബാങ്ക് സെക്രട്ടറി PV ജയൻ സ്വാഗതവും PP അശോകൻ നന്ദിയും പറഞ്ഞു. കതിരൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ കതിരൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കൃഷി ചെയ്ത ചെണ്ടുമല്ലിയുടെ വിളവെടുപ്പ് നടന്നു. ഓണത്തിന് ഒരു മുറം ചെണ്ടുമല്ലി എന്ന പേരിലാണ് പദ്ധതി നടപ്പിലാക്കിയത്. ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ P ശകുന്തള നിർവഹിച്ചു. PTA പ്രസിഡന്റ് TK ഷാജി അധ്യക്ഷനായി. പ്രധാനാധ്യാപിക T സീന, പ്രിൻസിപ്പൽമാരായ മിനി നാരായണ, K പ്രിയ, KP വികാസ്, V അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ചെണ്ടയാട് ഗുരുദേവ ജനശ്രീ സംഘത്തിന്റെ നേതൃത്വത്തിൽ 55 അംഗ സംഘം ഓണാവധിക്കാലം ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ ചെലവഴിക്കും. കണ്ണൂരിൽ നിന്ന് രാജധാനി എക്സ്പ്രസിൽ യാത്ര പുറപ്പെട്ട് ഡൽഹി, അമൃത്സർ, വാഗ അതിർത്തി, ആഗ്ര സന്ദർശനം പൂർത്തിയാക്കി സെപ്റ്റംബർ 7 രാത്രി വിമാനമാർഗം കോഴിക്കോടെത്തും. നാട്ടിൽ പുറത്തുകാർക്ക് പുതിയ യാത്രാനുഭവങ്ങൾ നൽകിക്കൊണ്ടുള്ള ജനശ്രീ സംഘത്തിന്റെ 5ാമത് യാത്രയാണിത്. 2015 ബാംഗ്ലൂർ, 2017 കൊച്ചി, 2019 ചെന്നൈ, 2021 തിരുവനന്തപുരം എന്നീ യാത്രകളിൽ 3 വയസ്സ് മുതൽ 82 വയസ്സ് വരെയുള്ളവർ പങ്കാളികളായിട്ടുണ്ട്. തൊഴിലുറപ്പ്, കുടുംബശ്രീ, ഹരിതകർമ്മസേന പ്രവർത്തകർ ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്നവർ യാത്രാ സംഘത്തിലുണ്ട്. 2012 ആരംഭിച്ച ഗുരുദേവ ജനശ്രീ സംഘം ചെണ്ടയാട് മേഖലയിലെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമാണ്. ഗുരുദേവ ചാരിറ്റബിൾ സൊസൈറ്റിയും ഇതിന്റെ ഭാഗമാണ്. നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ ഭരണാധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിലൂടെ നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഗുരുദേവ സ്മാരകം UP സ്കൂൾ റിട്ടയർഡ് HM V അശോകൻ, സെക്രട്ടറിയും മുൻ പഞ്ചായത്ത് അംഗവുമായ ഭാസ്കരൻ വയലാണ്ടി ചെയർമാനുമായി പ്രവർത്തിച്ചു വരുന്ന സംഘത്തിൽ ഇപ്പോൾ 19 അംഗങ്ങളാണുള്ളത്. ടൂർ ഫണ്ട് പ്രതിമാസം ശേഖരിച്ചുകൊണ്ടാണ് യാത്രയ്ക്കുള്ള തുക സ്വരൂപിക്കുന്നത്. ചെണ്ടയാട് ഗുരുദേവ സ്മാരകം UP സ്കൂൾ പരിസരത്തു നിന്നും ഡൽഹി യാത്ര ജനശ്രീ പാനൂർ ബ്ലോക്ക് സഭ ചെയർപേഴ്സൺ ഗീത കൊമ്മേരി ഫ്ളാഗ് ഓഫ് ചെയ്തു. സുന്ദരമായ സംസ്കാരം, അതുപോലെ ചരിത്രം, അതുപോലെ പ്രകൃതി രമണീയത ഒക്കെ കണ്ട് ആസ്വദിക്കാൻ നിങ്ങൾക്ക് ഒരവസരം നമ്മുടെ ജനശ്രീ കൂട്ടായ്മ നൽകിയിരിക്കുകയാണ്. ജനശ്രീയുടെ ചെയർമാൻ നമ്മുടെ ഭാസ്കരേട്ടനും, അതുപോലെ തന്നെ സെക്രട്ടറി അശോക മാഷും, ചാരിറ്റബിൾ സൊസൈറ്റി രാമേന്ദ്ര മാഷും, അതുപോലെ തന്നെ പ്രേം മാഷും ഉൾപ്പെടെ ഉള്ള ഈ ഒരു യാത്രയിൽ നിങ്ങളൊരു 3-4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന് ശ്രദ്ധ തന്നെയാണ്, മറ്റൊന്ന് അനുസരണമാണ്, അതുപോലെ തന്നെ പരസ്പര ബഹുമാനം, സമയപാലനം. ഈ 4 വാക്കുകൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഈ അശോകൻ മാസ്റ്റർ, ഭാസ്കരൻ വയലാണ്ടി, KP രാമചന്ദ്രൻ തുടങ്ങിയവർ യാത്ര സംബന്ധിച്ച് വിശദീകരണങ്ങളും നിർദ്ദേശങ്ങളും നൽകി. ഗുരുദേവ ജനശ്രീ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഈ പ്രദേശത്തുള്ള 55ഓളം ആളുകൾ നമ്മൾ പലപ്പോഴും TV ചാനലുകളിൽ അല്ലെ പത്രമാധ്യമങ്ങളിൽ മാത്രം കണ്ടുപരിചരിച്ച ഡൽഹി, ആഗ്ര, അതുപോലെ തന്നെ പഞ്ചാബ് മുതലായ പ്രദേശങ്ങൾ, വാഗാ ബോർഡർ അടക്കമുള്ള പ്രദേശങ്ങൾ സന്ദർശിക്കാൻ പോവുകയാണ്. നാട്ടിലെ സാധാരണക്കാരായ തൊഴിലുറപ്പ് തൊഴിലാളിയും അതേപോലെ തന്നെ ഹരിത കർമ്മസേനയുടെ പ്രവർത്തകരും കുട്ടികളും സ്ത്രീകളും മുതിർന്നവരും ഒക്കെ അടങ്ങുന്ന ഒരു സംഘമാണ്
ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇങ്ങനെ ഒരു നിമിത്തമായി ആളുകളെ കൂട്ടിക്കൊണ്ടുപോകാൻ ജനശ്രീ സംഘത്തിന് സാധിച്ചതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. പക്ഷേ ഒരു ഗ്രാമപ്രദേശം, ചെണ്ടയാട് പോലുള്ള ഒരു ഗ്രാമപ്രദേശത്തിൽ ഒരുപക്ഷെ പാനൂര്, തലശ്ശേരി, കൂത്തുപറമ്പ് അല്ലെ കോഴിക്കോട് പട്ടണത്തിനപ്പുറത്ത് യാത്ര ചെയ്യാത്ത ആളുകളും ഉണ്ടാവാം. ട്രെയിനിൽ ആദ്യമായി യാത്ര ചെയ്യുന്ന ആളുകളുണ്ടാവാം, ഫ്ലൈറ്റിൽ ആദ്യമായി യാത്ര ചെയ്യുന്ന ആളുകളുണ്ടാവാം. ഇവരുടെയൊക്കെ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചു കൊടുക്കാൻ സാധിക്കുന്നതിൽ ഗുരുദേവ ജനശ്രീ സംഘത്തിന് വളരെയധികം ചാരിത്രം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ഈ പ്ലാനറ്റ് ഓണാടെ കറിക്കരയ്ക്കാൻ മിക്സി, ഇനി അരച്ചു കൂട്ടുന്ന ചട്നി, അതിന് വിൽക്കണ്ട നീ നിന്റെ കിഡ്നി. ഇനി തണുത്തിരിക്കുവാൻ AC, തുണി നനയ്ക്കുവാൻ വാഷിംഗ് മെഷീനും, ചൂടാക്കാൻ ഓവൻ ഓണാക്കി കൂടാക്കാൻ ഫ്രിഡ്ജും ഉണ്ട്. സിനിമ കാണുവാൻ TV വെച്ചിട്ട് ഓണം ഓണാണ്. ഈ ഓണം ഓണാടെ ആടുണ്ട് പേരുണ്ട്, ഈ ഓണം ഓണാടെ ഈ പ്ലാനറ്റ് പോവണ്ടേ. ഈ ഓണം ഓണാടെ ആടുണ്ട് പേരുണ്ട്, ഈ ഓണം ഓണാടെ ഈ പ്ലാനറ്റ് പോവണ്ടേ. നാട് മുഴുവൻ ഓണാക്കി ഈ പ്ലാനറ്റിൽ മഹാവിലക്കുറവിന്റെ ഓണാഘോഷം. ഈ പ്ലാനറ്റ് ഓണം ഓണാണ്. വരൂ, ഈ ഓണത്തിന് നിങ്ങളുടെ വീടും ഓണാക്കാം. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ: BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA, കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. നല്ല സെലക്ഷൻ, നല്ല വിലക്കുറവ്. ലുലു സാരീസ് നേടാം നല്ലോണം. ഇപ്പോൾ ആഗ്രഹങ്ങളിലെ വസ്ത്രങ്ങൾക്ക് 9 രൂപ മുതൽ 999 വരെ. ലുലു സാരീസ്, കണ്ണൂർ, തലശ്ശേരി ആൻഡ് കുറ്റ്യാടി. അരോമ സൂപ്പർ മാർക്കറ്റ്, പള്ളൂർ. നിത്യോപയോഗ സാധനങ്ങളുടെ കലവറയുമായി അരോമ സൂപ്പർ മാർക്കറ്റ് പള്ളൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗുണമേന്മയേറിയ ധാന്യങ്ങൾ, പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, ബേക്കറി ഐറ്റംസ്, ഫ്രഷ് മീറ്റ്, ഡ്രൈ ഫ്രൂട്ട്സ്, സ്റ്റേഷനറി ഐറ്റംസ്, പ്ലാസ്റ്റിക്, സ്റ്റീൽ പാത്രങ്ങൾ, ഫാൻസി ഗിഫ്റ്റ് ഐറ്റംസ് തുടങ്ങി വീടിനാവശ്യമായതെല്ലാം മിതമായ വിലയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ ഉപഭോക്താക്കൾക്കായി നറുക്കെടുപ്പിലൂടെ ഇലക്ട്രിക് സ്കൂട്ടർ, TV തുടങ്ങി നിരവധി സമ്മാനങ്ങളും. അരോമ സൂപ്പർ മാർക്കറ്റ്, ആലി സ്കൂൾ റോഡ്, പള്ളൂർ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. ഈ ഓണക്കാലം ആഘോഷങ്ങൾക്കായി ഒരുങ്ങാം ഹോം ഡെക്കോറിനൊപ്പം. ഓഗസ്റ്റ് 21 മുതൽ സെപ്റ്റംബർ 12 വരെ ഹോം ഡെക്കോറിൽ ഓണം സ്പെഷ്യൽ ഓഫേഴ്സ്. 3-door wardrobe, 2-door wardrobe, 4-seat kitchen table set with marble, wooden 3-seat sofa acacia, wooden 2-seat sofa acacia,
5x3 dining table 6-piece chair set, 3-seat bench, 5-seat corner sofa set, 6-seat corner sofa set, 5-seat corner sofa set, 75x60x6 inch, 75x72x6 inch. Buy one get one mattresses, 4 pillow and bed sheet free. 3-door bedroom set, 4-door bedroom set, 4-door UV bedroom set. കൂടാതെ 10,000 രൂപയുടെ ഓരോ പർച്ചേസിനും ബമ്പർ ലക്കി കൂപ്പൺ നേടൂ. ഒപ്പം നിരവധി സമ്മാനങ്ങളും. ആഘോഷമാക്കാം ഈ പൊന്നോണം ഹോം ഡെക്കോറിൽ. ഹോം ഡെക്കോർ, പല്ലൂർ, ചൊക്ലി, അഞ്ചരക്കണ്ടി. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്കിരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803, 9497360333. നല്ല സെലക്ഷൻ, നല്ല വിലക്കുറവ്. ലുലു സാരീസ്. നേടാം നല്ലോണം. ഇപ്പോൾ ആഗ്രഹങ്ങളിലെ വസ്ത്രങ്ങൾക്ക് 9 രൂപ മുതൽ 999 വരെ. ലുലു സാരീസ്, കണ്ണൂർ, തലശ്ശേരി ആൻഡ് കുറ്റ്യാടി. വാർത്തകൾ തുടരുന്നു. മാധ്യമ പ്രവർത്തകൻ ശശീന്ദ്രൻ പാട്യം രചിച്ച വാഗ്ബടാനന്ദ ഗുരുദേവനും ആത്മവിദ്യാ സംഘവും പുസ്തക പ്രകാശനം സെപ്റ്റംബർ 7 കൂത്തുപറമ്പ് സിറ്റി ഓഡിറ്റോറിയത്തിൽ നടക്കും. KP മോഹനൻ MLA അധ്യക്ഷതയിൽ വിഖ്യാത നോവലിസ്റ്റ് M. മുകുന്ദൻ പ്രകാശനം നിർവഹിക്കുമെന്ന് സംഘാടകർ കൂത്തുപറമ്പിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ സാമൂഹിക നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാന വ്യക്തിത്വമാണ് വാഗ്ബടാനന്ദ ഗുരുദേവൻ്റെ. അദ്വൈതിയും ആർഷ സന്യാസിയും നവോത്ഥാനാചാര്യനുമായ വാഗ്ബടാനന്ദ ഗുരുദേവനെ കുറിച്ച് ശശീന്ദ്രൻ പാട്യം എഴുതിയ വാഗ്ബടാനന്ദ ഗുരുദേവനും ആത്മവിദ്യാ സംഘവും എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം 2025 സെപ്റ്റംബർ 7 കൂത്തുപറമ്പ് സിറ്റി ഓഡിറ്റോറിയത്തിൽ വിഖ്യാത നോവലിസ്റ്റ് M. മുകുന്ദൻ നിർവഹിക്കുന്നതാണ്. പാട്യം സൗഹൃദ കൂട്ടായ്മ ഒരുക്കുന്ന പുസ്തക പ്രകാശന ചടങ്ങ് സെപ്റ്റംബർ 7 വൈകിട്ട് 3 മണിക്ക് കൂത്തുപറമ്പ് സിറ്റി ഓഡിറ്റോറിയത്തിൽ നടക്കും. വിഖ്യാത നോവലിസ്റ്റ് M. മുകുന്ദൻ പുസ്തക പ്രകാശനം നിർവഹിക്കും. മമ്പറം HSS മാനേജർ മമ്പറം P. മാധവൻ പുസ്തകം സ്വീകരിക്കും. KP മോഹനൻ MLA അധ്യക്ഷനാവും. ULCCS ചെയർമാൻ പാലേരി രമേശൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഡോക്ടർ വിജയൻ ചാലോട് പുസ്തക പരിചയം നടത്തും. ആത്മവിദ്യാ സംഘം മുൻ ജനറൽ സെക്രട്ടറി PV കുമാരൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ചാലക്കര പുരുഷു M. സുരേന്ദ്രൻ, പ്രേമാനന്ദ് ചമ്പാട്, കൈരളി ബുക്സ് മാനേജർ അശോക് കുമാർ, VP ഷാജി, CV ദിനേശ് ബാബു എന്നിവർ സംസാരിക്കും. സുന്ദരേശൻ തളത്തിൽ സ്വാഗതവും T. സജീവൻ നന്ദിയും പറയും. വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ സുന്ദരേശൻ തളത്തിൽ T. സജീവൻ, N. ധനഞ്ജയൻ, AC ബാബു, KP ബിനോയ് വിശ്വൻ എന്നിവർ പങ്കെടുത്തു. കേരള സീനിയർ സിറ്റിസൺസ് ഫോറം ചെറുപ്പറമ്പ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം നടത്തി. അംഗങ്ങൾക്ക് ഭക്ഷ്യദാന കിറ്റ് വിതരണം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി VP ചാത്തു ഉദ്ഘാടനം ചെയ്തു. പണ്ടുകാല ഓണമെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ കേരളത്തിൻ്റെ ദേശീയോത്സവമാണ്. ആ ഓണക്കാലത്ത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുണ്ടായിരുന്നാലും നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ, അതുപോലെ തന്നെ ബന്ധുക്കൾ, മക്കൾ, മരുമക്കൾ തുടങ്ങിയ എല്ലാ ആളുകളും ആ തറവാട് വീടുകളിലെത്തി ഓണമുണ്ട്,
ഓണക്കളിയൊക്കെ കളിച്ച് പാട്ടുപാടി സന്തോഷിച്ചു പോകുന്ന ഒരു ദിവസമായിരുന്നു എങ്കിൽ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലുള്ള വയോജനങ്ങൾ പ്രത്യേകിച്ചും മക്കൾക്ക് എത്താൻ സാധിക്കാതെ, മക്കൾ വരാതെ ഏകാന്തമായ വീടുകളിൽ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്നത്തെ കുടുംബാന്തരീക്ഷത്തിൽ ചിലയിടങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പ്രസിഡന്റ് സി കുമാരൻ അധ്യക്ഷനായി. ബ്ലോക്ക് കൺവീനർ സി അച്യുതൻ കിറ്റ് വിതരണം നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം കെ ഭാസ്കരൻ ക്ലാസ് എടുത്തു. ഡോക്ടർ കെ എം ചന്ദ്രൻ, ഭാസ്കരൻ കുന്നുമ്മ, യു ഗോവിന്ദൻ, കണ്ടങ്കോടൻ കൃഷ്ണൻ, കമ്മളിൽ അസീസ്, ഭരതൻ കക്കാട്ടുമ്മൽ എന്നിവർ സംസാരിച്ചു. ഓണാഘോഷം വേറിട്ടതാക്കി കേരള സീനിയർ സിറ്റിസൺസ് ഫോറം കുന്നോത്തുപറമ്പ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ 80 കഴിഞ്ഞ വയോജനങ്ങൾക്കും കിടപ്പ് രോഗികൾക്കും ഓണക്കോടി നൽകി. സംസ്ഥാന സെക്രട്ടറി വി പി ചാത്തു ഉദ്ഘാടനം ചെയ്തു. ഒരു ബന്ധവും സ്ഥാപിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇത്തരം ഒരു വേദി ഒരുക്കിയാൽ അവർക്ക് ഒന്നിച്ചിവിടെ വരാനും കുറേ നേരം ഒന്നിച്ചിരുന്ന് വർത്തമാനം പറയാനും പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാനും ലോകവിവരങ്ങളൊക്കെ മനസ്സിലാക്കാനും സാധിക്കും. അങ്ങനെ സാധിക്കുമ്പോൾ സ്വതവേ ഇല്ല എന്ന് നമ്മൾ കരുതുന്ന ആരോഗ്യം നമുക്ക് സ്വതവേ ഉണ്ടായിത്തീരും. ഇവിടെ നാടുകാരുടെ പോലെയുള്ള ആളുകളൊക്കെ വീരശൂര പരാക്രമികളായിരുന്ന കാലഘട്ടത്തെക്കുറിച്ചൊക്കെ പുതിയ തലമുറക്ക് അറിയില്ല. അതുപോലെ ഇരിക്കുന്ന എല്ലാ ആളുകൾക്കും അവരുടേതായ പിന്നാമ്പുറ കഥകൾ പറയാനുണ്ടാവും. ആ കഥകളൊക്കെ പുതിയ തലമുറക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് പണ്ട് കാലത്തുണ്ടായിരുന്ന ഓണം ഇങ്ങനെയായിരുന്നു, അത് സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ ഒരു എന്താ പറയുക ഉദാഹരണമായിരുന്നു യഥാർത്ഥത്തിൽ പണ്ട് കാലത്ത് ഓണം. ഇപ്പോൾ ഓണം എന്ന് പറയുന്നത് ഓൺലൈനിൽ കൂടിയാണ്. അന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല രീതിയിലുള്ള ഒരു ഭക്ഷണം കിട്ടുന്നത് ഓണം, വിഷു മുതലായ ദിവസങ്ങളിൽ മാത്രം. പി കെ കുഞ്ഞമ്പു അധ്യക്ഷനായി. സി കെ ശേഖരൻ, ടി സി ശ്രീധരൻ എന്നിവർ ഓണക്കോടി കൈമാറി. ജില്ലാ കമ്മിറ്റി അംഗം സി അച്യുതൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സി എച്ച് പത്മനാഭൻ നായർ, വി കുമാരൻ, സി പുരുഷു, ടി സി കുഞ്ഞിരാമൻ എന്നിവർ സംസാരിച്ചു. കോടിയേരി ദേശീയ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെയും സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഓർമ്മയിലെ ഓണം പരിപാടി നടന്നു. പരിപാടി നഗരസഭാ വൈസ് ചെയർമാൻ എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. കോടിയേരി ദേശീയ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെയും സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷന്റെയും ആഭിമുഖ്യത്തിൽ നടത്തിയ ഓണാഘോഷം നഗരസഭാ വൈസ് ചെയർമാൻ എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. അത്തരത്തിലുള്ള അതിക്രമങ്ങളും അക്രമങ്ങളും കാണിക്കുന്ന ഒരു രാജാവിൻ്റെ ഭരണം എല്ലാ ജനങ്ങളും ഒരുപോലെ അംഗീകരിച്ചു. ഏറെ ആഹ്ലാദത്തോടു കൂടി അവർ ആ അസുര രാജാവിനെ ആദരിക്കുകയും ജനങ്ങളാകെ ആഹ്ലാദഭരിതരായി. ആനന്ദകൃഷ്ണൻ അധ്യക്ഷനായി. കെ അച്യുതൻ സ്വാഗതവും പി രജിത നന്ദിയും പറഞ്ഞു. പി വി വിജയൻ സംസാരിച്ചു. ഡോക്ടർ വിശ്വനാഥൻ, എം വി ബാലറാം, എ പി പത്മനാഭൻ, പുഷ്പാങ്കദൻ, മണ്ടോടി പുരുഷു, കെ നളിനി, ടി കെ ഗീത, പി സി കനകൻ, പ്രേമ എന്നിവർ സംസാരിച്ചു. കർഷക സംഘം പൊന്ന്യം വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊന്ന്യം സ്രാമ്പിയിൽ ഓണക്കാല പച്ചക്കറി ചന്ത ആരംഭിച്ചു. കേരള കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം എം സി പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം പൊന്ന്യം വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊന്ന്യം സ്രാമ്പിയിൽ ആരംഭിച്ച പച്ചക്കറി ചന്തയുടെ ഉദ്ഘാടനം കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം എം സി പവിത്രൻ നിർവഹിച്ചു. ഓണക്കാലത്ത് ജനങ്ങൾക്ക് വിശ്വാസപൂർവ്വം ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്ന നിലയിലുള്ള വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ ജനങ്ങൾക്ക് നൽകുക എന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് കേരളത്തിലാകെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സംയോജിത കൃഷി എന്ന പദ്ധതിയിലൂടെ ഈ വർഷത്തെ ഓണത്തിന് പച്ചക്കറികൾ ലഭ്യമാക്കുന്നതിനുള്ള പ്രവർത്തനം നടന്നു വന്നിട്ടുണ്ട്. കേരളത്തിലെ ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ വർഷത്തെ ഓണത്തിനുള്ള പ്രത്യേകമായിട്ടുള്ളൊരു ക്യാപ്ഷൻ തന്നെ
നല്ലോണം, നല്ല കൃഷി, നല്ല ഭക്ഷണം എന്നുള്ള ആ ക്യാപ്ഷനാണ് ഈ തവണത്തെ ഓണത്തിന് കേരളത്തിലെ ഗവൺമെൻറ് തന്നെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആ കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണ് കേരളത്തിലാകെ ഇപ്പോൾ വിപുലമായ രീതിയിലുള്ള കൃഷി നടന്നു വരുന്നത്. കാലാവസ്ഥ പ്രതികൂലമായതിനെ തുടർന്ന് ചില പ്രയാസങ്ങളുണ്ടെങ്കിലും ഈ വർഷത്തെ ഓണത്തിൻ്റെ ഭാഗമായി പരമാവധി കേന്ദ്രങ്ങളിൽ ആളുകൾക്ക് വിശ്വാസപൂർവ്വം വാങ്ങി എത്തിക്കാൻ കഴിയുന്ന നിലയിലുള്ള പച്ചക്കറികളാണ് ഓണച്ചന്തകളിലൂടെ വിൽപ്പന നടത്തുന്നതിന് വേണ്ടി കർഷക സംഘം ഉൾപ്പെടെയുള്ള വിവിധ സംഘടനകൾ മുൻകൈ എടുത്തുകൊണ്ട് നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഓണത്തിൻ്റെ ഭാഗമായി കുഞ്ഞത്ത് ഇവിടെ ഈ ഓണച്ചന്ത ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഓണം മലയാളികളുടെ ഒരു വികാരമാണ്. മലയാളികളുള്ള സ്ഥലത്തെല്ലാം ഓണം ആഘോഷിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ദേശീയ ഉത്സവം എന്ന നിലയിലാണ് ഈ ഓണത്തെ മലയാളികൾ കാണുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ജനങ്ങൾക്ക് വളരെയധികം ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ കേരളത്തിലെ ഗവൺമെൻറ് നൽകപ്പെടുന്ന നിലയുണ്ടായിട്ട് 22,000 കോടി രൂപയാണ് ഓണത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് വിവിധ വിഭാഗത്തിന് പെൻഷനായിട്ടും അതുപോലെ തന്നെ ഫെസ്റ്റിവൽ അലവൻസ് എല്ലാമായിട്ട് നൽകുന്നത്. കർഷക സംഘം വില്ലേജ് പ്രസിഡന്റ് പി പവിത്രൻ അധ്യക്ഷനായി. സി വത്സൻ, ടി കെ ഷാജി എന്നിവർ സംസാരിച്ചു. കർഷക സംഘം പൊന്നം വില്ലേജ് സെക്രട്ടറി സുഗീഷ് പില്ലോടി സ്വാഗതം പറഞ്ഞു. കേരള സർക്കാർ സഹകരണ വകുപ്പ് തലശ്ശേരി സർക്കിൾ തല അംഗസമാശ്വാസ നിധി ധനസഹായ വിതരണോദ്ഘാടനം നടന്നു. പിണറായി സർവീസ് സഹകരണ ബാങ്ക് ഹാളിലാണ് പരിപാടി നടന്നത്. തലശ്ശേരി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ടി അനിൽ ഉദ്ഘാടനം നിർവഹിച്ചു. തലശ്ശേരി സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ പി രാജേഷ് അധ്യക്ഷനായി. പിണറായി സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി എ ശ്രീഗണൻ, ബാങ്ക് പ്രസിഡന്റ് കെ സുധാകരൻ, തലശ്ശേരി യൂണിറ്റ് ഇൻസ്പെക്ടർ ബീന എന്നിവർ സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു.
കേരള ഗ്രാമീൺ ബാങ്ക് പാനൂർ ശാഖയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഓണപ്പൂക്കളവും ഓണസദ്യയും ഒരുക്കിയിരുന്നു. ബ്രാഞ്ച് മാനേജർ വി സനോജ്, അസിസ്റ്റന്റ് മാനേജർമാരായ ശ്രുതി രവീന്ദ്രൻ, അമിത് ബാൽ, വി ജി അശ്വിൻ, ജയകുമാർ, റീബ, കൃഷ്ണദേവ്, എം മനോജ് കുമാർ, എൻ വി രാജീവൻ, സനിൽകുമാർ, പി ടി കെ, എം കെ ശ്രീജ എന്നിവർ നേതൃത്വം നൽകി. ഒളവിലം ചെറുവയിൽമുക്ക് പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പി ഉമ്മർ ഹാജി മെമ്മോറിയൽ പകൽവീട്ടിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ചൊക്ലി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഒ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പി ഉമ്മർ ഹാജി മെമ്മോറിയൽ പകൽവീട്ടിൽ സംഘടിപ്പിച്ച ഓണാഘോഷം ചൊക്ലി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഒ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ഉത്സവമാണെന്ന് പൊതുവിൽ പറയുന്നത്. മറ്റൊന്ന് പരശുരാമൻ മഴുവെറിഞ്ഞ് കേരളം ഉണ്ടായതിനു ശേഷം അത് ആഘോഷിക്കുന്നതാണെന്ന് ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒട്ടുമിക്ക ഐതിഹ്യങ്ങള് ചരിത്രത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പ്രധാനമായിട്ടും തമിഴ് പുതിയ ബന്ധപ്പെട്ട സംഘമിത്രങ്ങളിലൊക്കെ പരിശോധിച്ചാല് സംഘകാലഘട്ടത്തിന്റെ ചരിത്രമൊക്കെ പരിശോധിച്ചാൽ വ്യത്യസ്തമായ നിലത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. ശ്രീ ബുദ്ധനെയടക്കം ഈ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് പറയുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. എന്നാൽ കേരളത്തിലെ ജനങ്ങളെ നാവിൻ തുമ്പിൽ വരുന്നത് മഹാബലി എന്ന ഒരു കാലഘട്ടത്തിൽ കേരളം ഭരിച്ചിരുന്ന മഹാബലി സമത്വവും സുന്ദരവും കൊടുത്തുകൊണ്ട് ജനങ്ങളെ നല്ല നിലക്ക് പ്രീതിപ്പെടുത്തിക്കൊണ്ട് അഡ്വക്കേറ്റ് പി കെ രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. അവരവരുടെ കുടുംബങ്ങളിലേക്ക് അല്ലെങ്കിൽ അവരവരിലേക്ക് തന്നെ നമ്മൾ ചുരുങ്ങി ഞാനും എന്റെ കാര്യവും, ഞാനും എന്റെ ഭാര്യയെ കെട്ടിയോളും, പിന്നെന്താണ് വേണ്ടത്? ഒരു തട്ടാൻ കാണാൻ പെണ്ണു തീർക്കുന്നത്, വേറെ ആരും വേണ്ട. ആ മനുഷ്യബന്ധങ്ങളിൽ വല്ലാത്ത അകൽച്ച സംഭവിച്ച ഒരു കാലത്ത് പകൽ നേരത്ത് നമുക്ക് ഒന്നിച്ചിരിക്കാൻ, വീട്ടിൽ മക്കൾ ജോലിക്ക് പോയിട്ടില്ല, 1-2 മക്കളുള്ളത്. പണ്ട് 5, 10, 15 മക്കളുണ്ടായി 40 അംഗങ്ങൾ താമസിച്ചിരുന്ന വീടുകൾ എനിക്കറിയാം. എന്റെ വീടിന്റെ 2 വീടിന്റെ അപ്പുറത്ത് 45 ആളുകൾ താമസിച്ച വീടുണ്ടായി. സത്യ പറയുന്നത്. ഇന്ന് അച്ഛനും അമ്മയും ഒരു കുട്ടിയും, ചിലപ്പോൾ 2 കുട്ടിയും. പകൽവീട് സപ്പോർട്ടിംഗ് കമ്മിറ്റി ജനറൽ കൺവീനർ സി ഗംഗാധരൻ മാസ്റ്റർ അധ്യക്ഷനായി. പകൽവീട്ടിലെ അന്തേവാസികൾക്ക് നവദമ്പതികൾ അരുണിമയും ആകാശും ഓണക്കോടി നൽകി ആദരിച്ചു. രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലെ പ്രമുഖർ പങ്കെടുത്തു. പി ഉമ്മർ ഹാജി മെമ്മോറിയൽ ട്രസ്റ്റ് ചെയർമാനും എഴുത്തുകാരനുമായ പാറേമൽ മൊയ്തു, പി നസീർ ഹാജി, വാർഡംഗം ഷാജി മൊട്ടേമൽ, രഗിനേഷ്, കെ നന്ദകുമാർ, കെ പി രതീഷ് കുമാർ, സി വി മുസ്തഫ, അസ്ലം CH, വി പി നൌഷാദ് എന്നിവർ സംസാരിച്ചു. വി കെ ഖാലിദ് സ്വാഗതവും ടി വി മിഫ്താഹ് നന്ദിയും പറഞ്ഞു. മലയാള ചുണ്ടിൽ മലരോട് പാട്ട്, മാവിൻ കൊമ്പേറുന്നൊരു പൂവാലി കൊയിലേ, മാവേലിത്തമ്പ്രാന്റെ വരവായ ചൊല്ലേ, തിരുവാവണിരാവ് മനസ്സാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോട് പാട്ട്. കോടിയേരി ദേശീയ വായനശാല ആൻഡ് ഗ്രന്ഥാലയം വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. വനിതാ സാഹിതി ജില്ലാ സെക്രട്ടറി ED ബീന ഉദ്ഘാടനം ചെയ്തു. കോടിയേരി ദേശീയ വായനശാല ആൻഡ് ഗ്രന്ഥാലയം വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഓണാഘോഷ പരിപാടി
വനിതാ സാഹിതി ജില്ലാ സെക്രട്ടറി ഇ.ഡി. ബീന ഉദ്ഘാടനം ചെയ്തു. ഗീത ടീച്ചർ അധ്യക്ഷയായി. വനിതാവേദി സെക്രട്ടറി സി. പ്രസീത സ്വാഗതവും പത്മജ ടീച്ചർ നന്ദിയും പറഞ്ഞു. ഓലമടയൽ, ആട്ടമടയൽ, മ്യൂസിക്കൽ ചെയർ, ബലൂൺ ബ്രേക്കിംഗ്, ഓർമ്മ പരിശോധന തുടങ്ങി വിവിധ മത്സരങ്ങൾ അരങ്ങേറി. ഓണപ്പാട്ട്, നാടൻപാട്ട് എന്നിവയും ഉണ്ടായി. കേരള ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി ജനറലും കേരള അക്വാട്ടിക്സ് അസോസിയേഷന്റെ പ്രസിഡന്റും ലോക അക്വാട്ടിക്സിന്റെ അന്താരാഷ്ട്ര നീന്തൽ ഒഫീഷ്യലുമായ എസ്. രാജീവ് ലോക അക്വാട്ടിക്സിന്റെ ടെക്നിക്കൽ സ്വിമ്മിംഗ് കമ്മിറ്റിയിലേക്ക് നിയമിതനായി. സിംഗപ്പൂരിൽ നടന്ന ലോക അക്വാട്ടിക്സ് കോൺഗ്രസിലാണ് അഭിമാന പ്രഖ്യാപനം ഉണ്ടായത്. വീരേന്ദ്ര നാനാവതിക്ക് ശേഷം ഈ സ്ഥാനത്തെത്തുന്ന രണ്ടാം ഇന്ത്യക്കാരനാണ് രാജീവ്. 3 ദശകങ്ങളിലധികം നീണ്ടു നിൽക്കുന്ന പ്രൗഢമായ കരിയറിലൂടെയാണ് രാജീവ് ഈ നേട്ടത്തിലേക്ക് എത്തിയത്. 1988 മുതൽ അദ്ദേഹം സ്വിമ്മിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ മുതിർന്ന അംഗവും ലോക അക്വാട്ടിക്സിന്റെ അന്താരാഷ്ട്ര ടെക്നിക്കൽ ഒഫീഷ്യലുമാണ്. നമ്മുടെ റെസ്പോൺസിബിലിറ്റി എത്രത്തോളം മനസ്സിലാക്കണം. നമുക്കിപ്പോൾ വേറെ ഒന്നും ആലോചിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഞാനൊരു സ്വിമ്മിങ്ങിന്റെ റെഫറി ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ആ സ്വിമ്മിങ് മത്സരം തുടങ്ങി തീരുന്നവരെ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാനോ ആലോചിക്കാനോ വേറെ ഒന്നും ഒരു പ്രശ്നത്തിന് ഇടപെടാൻ പാടില്ല. നമ്മുടെ സ്വിമ്മിങ്ങായി ബന്ധപ്പെടാൻ കാരണം നമ്മുടെ തെറ്റുകൊണ്ട്, ഒരു ഒഫീഷ്യലിന്റെ തെറ്റുകൊണ്ട് ഒരു കായിക താരത്തിനെ നമ്മൾ വെറുതെ ഡിസ്ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ. വജ്രാഭരണങ്ങളുടെ സവിശേഷ കളക്ഷനുമായി സ്വ ഡയമണ്ട്സ് എക്സിബിഷൻ ആൻഡ് സെയിൽ കൂത്തുപറമ്പ് കണ്ണൂർ റോഡിലെ പ്രകാശ് ഗോൾഡിൽ പ്രവർത്തനം ആരംഭിച്ചു. ബേബി ബേക്കേഴ്സ് ഉടമ കെ. നിതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. വജ്രാഭരണ കളക്ഷൻസിൽ പുതുമ സൃഷ്ടിച്ച നെക്ലേസ്, പെൻഡന്റ്, റിംഗ്, ബാങ്കിൾ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരമാണ് പ്രകാശ് ഗോൾഡിൽ ഒരുക്കിയിരിക്കുന്നത്. തപസ്യ ഗ്രൂപ്പ് ഓഫ് കമ്പനി ഉടമ കെ. രഞ്ജൻ, പ്രകാശ് ഗോൾഡൻ ഡയമണ്ട്സ് ചെയർമാൻ എൻ. ബി. പ്രദീപ്, മാനേജിംഗ് ഡയറക്ടർ എൻ. ബി. ഷിദിൻ, എൻ. വി. റിജുൽ ലാൽ തുടങ്ങിയവർ സംസാരിച്ചു. പ്രകാശ് ഗോൾഡൻ ഡയമണ്ട്സ് ഇപ്പോൾ നമ്മുടെ പുതിയ സ്ഥാപനത്തിലേക്ക് മാറേണ്ടി ഇപ്പോൾ 6 മാസത്തോളമായി. ഈ 6 മാസത്തിനിടയ്ക്ക് നമ്മുടെ തന്നെ ഒരു പ്രൊഡക്റ്റ് ആയിട്ടുള്ള സ്വ ഡയമണ്ട്സിന്റെ ഡയമണ്ട് എക്സിബിഷനാണ് 1 വീക്കായിട്ട് നമ്മളിവിടെ നടത്തുന്നത്. അതിന്റെ ചെറിയൊരു ഉദ്ഘാടന സെഷനാണ് ഇന്നിവിടെ നടക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ ആളുകളെയും ഞാൻ പ്രകാശ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. RSSകാരൻ എന്നത് സി. സദാനന്ദന് രാജ്യസഭാംഗമാകുന്നതിൽ ഒരു യോഗ്യതയാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. അധ്യാപകനും വാഗ്മിയും സാംസ്കാരിക പ്രവർത്തകനുമായ സദാനന്ദൻ രാജ്യസഭാംഗമാകുന്നതിൽ എന്ത് യോഗ്യത എന്ന് ചോദിക്കുന്ന CPM അടക്കമുള്ള നേതാക്കൾക്കുള്ള മറുപടിയാണിതെന്നും കൃഷ്ണദാസ്. ന്യൂമാഹി ഗ്രാമപഞ്ചായത്തിലെ ആരോഗ്യ ഉപകേന്ദ്രത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക്. കേന്ദ്രം നിർമ്മിക്കുന്നത് നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ. ഷംസീറിന്റെ MLA ഫണ്ടിൽ നിന്നും 93.20 ലക്ഷം രൂപ ചെലവിട്ട്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.